സംസ്ഥാനത്ത് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 6.6% വളർച്ചയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ആഭ്യന്തര വളർച്ച ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ. തനത് നികുതി വരുമാനത്തിൽ നേരിയ വർധനയുണ്ടായി. കേന്ദ്രവിഹിതത്തിൽ 4.6% കുറവുണ്ടായെന്നും ധനമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലുണ്ട്. ഷഫീദ് റൌത്തറി വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ഷഫീദ്, എന്താണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വേണു, സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് നേരത്തെ തന്നെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ ധനമന്ത്രി പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ചില നിലപാടുകൾ വായ്പാ പരിധിയിലെ കടുംവെട്ടടക്കമുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തിന് ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ അക്കാര്യത്തിലെ ആക്ഷേപം പ്രവർത്തനങ്ങളടക്കം നിരച്ചു പോകുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശ്വസിക്കാൻ കഴിയുന്ന ചിലത് സംസ്ഥാനത്തുണ്ട്. അത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നില്ല എന്നുള്ള സാഹചര്യം കൂടി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വളർച്ചയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 6.6% വളർച്ചയുണ്ടായി. ആഭ്യന്തര വളർച്ച ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നുള്ളതും സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം. മറ്റൊന്ന് ഈ റവന്യൂ കമ്മിയുടെ കാര്യമാണ്. റവന്യൂ കമ്മി 0.88% കുറഞ്ഞു. ധനക്കമ്മിയിലും കുറവുണ്ടായി. ധനക്കമ്മി 2.44% കുറഞ്ഞു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റവന്യൂ വരുമാനത്തിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ്. 12.48% നിന്ന് 12.69 റവന്യൂ വരുമാനം കൂടി എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. തനത് നികുതി വരുമാനത്തിലും നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. തനത് നികുതി കഴിഞ്ഞ തവണ 22.41% ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 23.36 വർദ്ധിച്ചു. കേന്ദ്രവിഹിതത്തിലെ കുറവും നമുക്ക് ഈ റിപ്പോർട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ്, കേന്ദ്രവിഹിതത്തിൽ 4.6% കുറവുണ്ടായി. അതാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വഴിവെച്ചതെന്നുള്ള കാര്യം സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വാർഷിക വളർച്ചാ നിരക്കിലും കുറവുണ്ട് എന്നുള്ളതും വളരെ ആശ്വാസകരമായ ഒരു കാര്യം. 10.16% നിന്ന് 8.19% കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പൊതുകടത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാര്യമായൊന്നും ആശ്വസിക്കാനില്ല. പൊതുകടം 2,38,000 കോടി രൂപയായി മാറി എന്നുള്ളതും നമുക്ക് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കാണാം. വേണു, ഷഫീദ് റാവുത്തറാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.